സൗവർണ തീരം അഥവാ കോസ്റ്റ ഡെൽ സോൾ എന്നാണ് സ്പെയിനിൻ്റെ മധ്യധരണ്യാഴി തീരം അറിയപ്പെടുന്നത്. പ്രാചീന ചരിത്രവും ആൻഡലൂസിയൻ സംസ്കാരവും ആധുനിക മെഡിറ്ററേനിയൻ ജീവിതവും സമഞ്ജസമായി സമ്മേളിക്കുന്ന സ്പെയിനിലെ തീരദേശ നഗരമാണ് മലാഗ. സുവർണ ബീച്ചുകൾ, സൂര്യപ്രഭയാർന്ന ഋതുക്കൾ, സമ്പന്നമായ സംസ്കാരം, പ്രൗഢോജ്വലമായ ചരിത്രമുള്ള ആൻഡലൂസിയൻ പൈതൃകം, അങ്ങനെ വിശേഷണ വിശേഷ്യങ്ങളിലൂടെ നീളുന്നു മലാഗ. മൂവായിരം വർഷം മുൻപ് ഫിനീഷ്യക്കാർ സ്ഥാപിച്ച യൂറോപ്പിലെ പുരാതന നഗരങ്ങളിലൊന്നാണ് മലാഗ. നൂറ്റാണ്ടുകൾക്കപ്പുറം റോമാക്കാരും മോർസും ക്രിസ്ത്യാനികളും തങ്ങളുടെ പാദമുദ്ര പതിപ്പിച്ച വൈവിധ്യമാർന്ന സംസ്കാരമുള്ള മലാഗ, മലാഗയുടെ സമ്പന്നമായ ഇസ്ലാമിക് പാരമ്പര്യത്തിൻ്റെ മകുടമായ അൽക്കസബ, മഹത്തായ കലാപൈതൃകത്തിൻ്റെ അവശേഷിപ്പായ റോമൻ തിയേറ്റർ, പള്ളികൾ, ചതുരക്കല്ലുപാകിയ ചരിത്ര വഴികൾ. അൽക്കസബ മലാഗയുടെ ആകാശത്തിന് അതിരിട്ട് നിൽക്കുന്നു. 11-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച ഈ കോട്ടയും അതിനുള്ളിലെ കൊട്ടാരങ്ങളും മോറിഷ് കാലഘട്ടത്തിലെ മുസ്ലിം ഭരണാധികാരികളുടെ ആസ്ഥാനമായിരുന്നു. കല്ലുനിരത്തിയ പ്രവേശന വഴി താണ്ടിയെത്തുന്നത് വിശാലമായ നടുമുറ്റങ്ങളും ജലധാരയും അലങ്കരിക്കുന്ന കോട്ടകൊത്തളങ്ങൾക്കുള്ളിലേക്കാണ്. ഒന്നിനുള്ളിൽ മറ്റൊന്നെന്ന നിലയിൽ കോട്ടയ്ക്കുള്ളിൽ മറ്റൊരു കോട്ട കെട്ടി അതീവ സുരക്ഷിതമാക്കിയിരിക്കുന്നു ഇവിടം. മൂന്നാമത് ഒരു പ്രതിരോധ മതിൽ കൂടി നിർമ്മിച്ച് കോട്ടയെ നഗരവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. കോട്ടവാതിൽ കടന്ന് പുറത്തിറങ്ങുന്നത് റോമൻ തിയേറ്ററിന്റെ അവശിഷ്ടങ്ങളിലേക്കാണ്. 1-ാം നൂറ്റാണ്ടിൽ അഗസ്റ്റസ് ചക്രവർത്തി നിർമ്മിച്ച റോമൻ തിയേറ്റർ 1950 വരെ മൺമറഞ്ഞു കിടന്നിരുന്നു. റോമൻ തിയേറ്ററിന് ഒരു വിളിപ്പാടകലെ നവബാരോക്ക് ചാരുതയുമായി മലാഗ സിറ്റി ഹാൾ. നഗരത്തിൻ്റെ ചരിത്ര സാംസ്കാരിക ബിംബങ്ങൾ പേറുന്ന സിറ്റി ഹാൾ മലാഗയിലെ ഏറ്റവും സൗന്ദര്യമുള്ള ഗവൺമെന്റ് മന്ദിരമാണ്. ജോവാക്വിൻ റെക്കോബ രൂപകൽപ്പന ചെയ്ത് 1876 പണി പൂർത്തിയാക്കിയ ബുൾറിംഗ് ലാ മലാഗ്വേറ്റ കാളപ്പോരിന് കീർത്തികേട്ട സ്ഥലമാണ്. മലാഗ ഫെയർ നടക്കുന്ന ഓഗസ്റ്റിലും വിശുദ്ധ മാസങ്ങളിലും പോരുകാളയുടെ ചോരയിൽ കുതിരുന്ന ബുൾറിംഗ് മറ്റുള്ള സമയത്ത് സാംസ്കാരിക സംഭവങ്ങൾക്ക് വേദിയാകുന്നു. പ്രാചീന കാലത്തിന്റെ മണവും രുചിയുമുള്ള മലാഗ തെരുവുകൾ സ്പാനിഷ് ഭക്ഷണത്തിന്റെയും വിനോദത്തിന്റെയും സ്ഥലമാണ്. മലാഗയിലെ കല്ലെ മാർക്വിസ് ദ ലെറിയോസ് എന്ന ഏറ്റവും സുന്ദരമായ തെരുവ് അത് നിർമ്മിച്ച മാർക്വിസ് ദ ലെറിയോസിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. നഗരജീവിതത്തിന്റെ ഹൃദയഭാഗമായ ഇവിടം വാണിജ്യ സ്ഥിരാകേന്ദ്രം കൂടിയാണ്. ആധുനിക ചിത്രകലയുടെ തലവര മാറ്റിവരച്ച ലോകപ്രശസ്ത ചിത്രകാരൻ പാബ്ലോ പിക്കാസോയുടെ ജന്മഭൂമിയാണിത്. സ്പാനിഷ് സിവിൽ വാറിന്റെ ബിംബകൽപ്പനയുള്ള ഗൂർണിക്ക പോലെയുള്ള ആയിരക്കണക്കിന് ചിത്രങ്ങൾക്ക് പ്രചോദനമേകിയത് മലാഗയിലെ അന്തരീക്ഷമാണ്. ഫ്ലെമിംഗോ നൃത്തവും കാളപ്പോരും വെള്ളപ്പിറാവുകളും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലേക്ക് സന്നിവേശിക്കപ്പെട്ടത് മലാഗയിലെ ജീവിതത്തിൽ നിന്നാണ്. പിക്കാസോയുടെ ആഗ്രഹപ്രകാരം 2003 സ്ഥാപിച്ച മ്യൂസിയോ പിക്കാസോ മലാഗയിൽ അദ്ദേഹത്തിന്റെ 200-ലധികം രചനകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. 1881 പിക്കാസോ ജനിച്ചു വീണ വീട് ഇപ്പോൾ മ്യൂസിയോ കസാൻ നാറ്റൽ പിക്കാസോ എന്ന മ്യൂസിയമാണ്. 1934 പിക്കാസോ തന്റെ ജന്മനാടായ മലാഗ അവസാനമായി സന്ദർശിച്ചതെങ്കിലും നഗരം സർവത്ര പിക്കാസോമയമാണ്. നഗരമിറങ്ങി മധ്യധരണ്യാഴി തീരത്തെത്തിയാൽ ചരിത്രപ്രസിദ്ധമായ മലാഗ തുറമുഖമാണ്. കടലോരം പാംഗ്രേവ് ഓഫ് സർപ്രൈസസ് എന്നാണ് അറിയപ്പെടുന്നത്. ചോലമരങ്ങളുടെ തണലിൽ കടൽക്കാറ്റേറ്റ് തീറ്റയും കുടിയുമായി ഇളവേൽക്കാൻ പറ്റിയ തീരം.
മലാഗയ്ക്ക് ഒരു പ്രത്യേക താളലയങ്ങളുണ്ട്. മെക്കാഡോ സെൻട്രൽ ദ അത്തരാസെനസിന്റെ ആഘോഷങ്ങളിൽ കടൽ വിഭവങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും ആണ്ടുലേഷ്യൻ രുചികളും ആവോളം ആസ്വദിക്കാം. തട്ടുകടകളിലെ സ്പാനിഷ് കറിക്കൂട്ടുകളും തെരുവ് ഗായകരുടെ ഫ്ലെമിംഗോ താളങ്ങളും കൊണ്ട് മുഖരിതമാണ് ഇവിടം. അന്റോണിയോ ദ കനിലസ് മലാഗക്കാരുടെ പ്രിയപ്പെട്ട ഫ്ലെമിംഗോ ഗായകനായിരുന്നു. ഇംഗ്ലിയ ദ സാന്റിയാഗോ, ഇവിടെയാണ് ചിത്രകലയുടെ ചക്രവർത്തി പിക്കാസോയെ ജ്ഞാനസ്നാനം ചെയ്യിച്ചത്. മലാഗ ചരിത്രവും കലയും ജീവിതവും ഇഴനീർത്തിയ യൂറോപ്പിലെ പ്രാചീന നഗരം. അൽക്കസബ മുതൽ പിക്കാസോ ചിത്രങ്ങൾ വരെ, സൗവർണ തീരം മുതൽ ആണ്ടുലേഷ്യൻ സംസ്കാരം വരെ, ഫ്ലെമിംഗോ നൃത്തത്തിന്റെ കടും ചുവടുതാളം ഹൃദയത്തുടിപ്പാക്കിയ നഗരം മലാഗ.